കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നേടിയ വിജയം നിലനിർത്തുക എന്നതാവും കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. കഴിഞ്ഞ 2 തവണയും 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ് പാലക്കാടെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. ഷാഫി പറമ്പിലില്ലാത്ത പാലക്കാട് കാര്യങ്ങൾ എളുപ്പമായേക്കാമെന്ന ചിന്ത BJP വൃത്തങ്ങളിലുമുണ്ട്. തുടർച്ചയായി 3ാം തവണയാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയത്. മുൻ മന്ത്രി CM സുന്ദരവും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന K ശങ്കരനാരായണനും ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്ത പാലക്കാട് മണ്ഡലം പിന്നീട് UDF-ന് വേണ്ടി തിരിച്ചുപിടിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ച പലരുടെയും പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും തീരുമാനമത്ര എളുപ്പമാവില്ല. നിലവിലെ MLA എന്ന നിലയിൽ ഷാഫി പറമ്പിൽ അഭിപ്രായവും പരിഗണനയിൽ എടുത്തേക്കും. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായെങ്കിലും എത്താമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് കോൺഗ്രസിൽ. ജില്ലയിൽ നിന്ന് കർഷകനായ കോൺഗ്രസ് പ്രവർത്തകൻ സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യവുമായി കർഷക കോൺഗ്രസ് ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു. പാലക്കാട്ടെ കർഷകർക്ക് വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തും നിലകൊണ്ട ആളാണ് ഷാഫി പറമ്പിലെന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജില്ലയിൽ തന്നെയുള്ള കർഷക പ്രതിനിധി മത്സരിക്കണമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ B ഇക്ബാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മണ്ഡലം വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ സജീവമായത്. കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് ഇരുവരും. ഷാഫി സ്ഥാനാർത്ഥിയായതോടെ പാലക്കാട് മണ്ഡലങ്ങളിലെ പല പരിപാടികളിലും രാഹുൽ സജീവമായിരുന്നു. രാഹുൽ സ്ഥാനാർത്ഥി ആകുന്നതിനോട് ഷാഫിക്കും താല്പര്യമുണ്ട്. ഷാഫിയുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും തീരുമാനം. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് VK ശ്രീകണ്ഠൻ MP കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. K മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരനും സഹോദരി പത്മജ വേണുഗോപാലും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു BJP സ്ഥാനാർത്ഥിയായ E ശ്രീധരൻ കാഴ്ചവെച്ചത്. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിൽ നടന്നത്. ഒരു ഘട്ടത്തിൽ E ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ BJPയുടെ പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഷാഫി മണ്ഡലം നിലനിർത്തിയത്. ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. BJPയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അനൌദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന വികാരം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. പത്മജയുടെ BJPയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവുമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പത്മജ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ അടക്കം പെട്ടിയിലാക്കാമെന്നാണ് ഇവർ പറയുന്നത്. പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച C കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. BJP സംസ്ഥാന ട്രഷററും നിലവിലെ നഗരസഭ വൈസ് ചെയർമാനുമായ E കൃഷ്ണദാസ്, പാർട്ടി മുൻ വക്താവ് സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും BJPയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം മത്സരിക്കാനില്ല എന്ന് K മുരളീധരൻ നിലപാടെടുത്താൽ യുവാക്കൾക്ക് തന്നെ നറുക്ക് വീഴാനുള്ള സാധ്യത ആണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ VT ബൽറാമിന്റെ പേരുകളാണ് പരിഗണനയിൽ. CPM-ഉം മത്സരം ഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. യുവനേതാവ് M സ്വരാജിനെ CPM മത്സരിപ്പിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കോൺഗ്രസിന് മണ്ഡലം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ്. പാലക്കാട് നഗരസഭ ഭരണം ഉൾപ്പെടെ BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണിത്. മികച്ചൊരു സ്ഥാനാർത്ഥി വന്നാൽ ഉറപ്പായും വിജയിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. നിലവിൽ 3ാം സ്ഥാനത്തുള്ള CPM സംഘടനാപരമായി ശക്തമല്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം CPM 3ാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസ് തോറ്റാൽ ജയിക്കുക BJP ആകും. CPM കൂടുതൽ വോട്ട് പിടിച്ചാലും അത് കോൺഗ്രസിന്റെ പരാജയത്തിനും BJPയുടെ വിജയത്തിനും കാരണമാകും. BJPക്കും കോൺഗ്രസിനും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി. പക്ഷെ CPM-ന്റെ ഉത്തരവാദിത്തം അങ്ങനെയല്ല. MLA എന്ന നിലയിൽ സജീവമായി പാലക്കാട് വിലസിയിരുന്ന ഷാഫി പറമ്പിലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് വടകര ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത്. മത്സരിക്കാൻ ഷാഫിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പാർട്ടിയുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ ഷാഫി പറഞ്ഞ നിബന്ധനകളിൽ ഒന്ന് ഇതായിരുന്നത്രേ: വടകരയിൽ നിന്ന് വിജയിച്ച് MP ആയാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പക്ഷം താൻ പറയുന്ന ആൾക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മുൻഗണന നൽകണം. ഷാഫി പറമ്പിൽ മനസ്സിൽ കണ്ടത് തന്റെ ഉറ്റ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. ഷാഫിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാഹുൽ പാലക്കാട്ടുകാർക്ക് സുപരിചിതനാണ്. എന്നാൽ രാഹുലിനെതിരെ ആദ്യം നീക്കമുണ്ടായത് പാലക്കാട് DCC യോഗത്തിൽ തന്നെയാണ്.
ഷാഫി വടകരയിൽ പ്രചാരണം നടത്തുമ്പോൾ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ മുൻകൂർ പ്രചാരണം നടത്തുന്നുവെന്നും വിമർശനം വന്നത് രാഹുലിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും മത്സരിക്കാൻ കുപ്പായമിട്ട് നിൽക്കുകയാണ്. ഷാഫി അല്ലാതെ മറ്റാരിറങ്ങിയാലും പാലക്കാട് പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ BJP ക്യാമ്പ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട CPM-നാകട്ടെ നഗരത്തിൽ സ്വാധീനം കുറഞ്ഞു വരുന്ന സ്ഥിതിയുമാണ്. ഷാഫിയോളം പോന്ന കരുത്തനെ കളത്തിലിറക്കിയില്ല എങ്കിൽ പാലക്കാട് BJP കൊണ്ടുപോകുമെന്ന് കോൺഗ്രസിലെ ചിലർക്ക് ആശങ്കയുണ്ട്. പക്ഷേ പാലക്കാട്ടെ VK ശ്രീകണ്ഠന്റെ ഉജ്ജ്വല വിജയം ആ ആശങ്കകളെ അപ്രസക്തമാക്കുമെന്നാണ് കോൺഗ്രസുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായ മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മെട്രോമാൻ E. ശ്രീധരന് മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകാൻ ഇടയില്ല. K. മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ K. കരുണാകരന്റെ മകൾ അടുത്ത കാലത്ത് BJP-യിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ അവതരിപ്പിക്കാനാണ് BJP-യിലെ ചിലരുടെ ഇപ്പോഴത്തെ ആലോചന. കോൺഗ്രസ് വോട്ടുകൾ പോലും പത്മജിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നുണ്ട്. എന്തായാലും പാലക്കാട്ടേക്ക് K. മുരളീധരനെ പരിഗണിക്കാനുള്ള സാധ്യത നിലവിൽ ഉള്ളതിനാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, ഒരു പോരാട്ടത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക.